നമസ്തേ. നമ്മളിന്ന് കർക്കടക മാസ ഫലങ്ങളാണ് പറയുന്നത്. കർക്കടക മാസം എന്ന് പറയുന്നത് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയം. 2024 ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയം. അതാണ് കർക്കടക മാസം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചാരവശാലുള്ള ഫലമാണിത്. വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം പറയുന്നത്. താല്പര്യമുള്ളവർ കേൾക്കുക. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. അവർക്ക് ഈ കർക്കിടക മാസത്തിൽ, അതായത് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക. അത്ര അനുകൂലമായ ഒരു സമയമല്ല. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ തടയാൻ പറ്റും. തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ഇടപെടലുകൾ പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, ശാരീരിക പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കും. വീടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാവും. വീട്ടിൽ ജീവിത പങ്കാളിയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മക്കൾ അനുകൂലമായിരിക്കും. നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിയും. മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ കുടുംബത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പങ്കാളിയൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലുണ്ടാവാം. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഈ കർക്കിടക മാസം, മേടക്കൂറിലുള്ള വിദ്യാർത്ഥികൾക്ക് കർക്കിടക മാസം അനുകൂലമായിരിക്കും. അടുത്തത് ഇടവക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങളാണ്. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ്. അവർക്ക് ഈ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. തൊഴിൽ രംഗത്താണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട്, അതായത് മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. ആരോഗ്യരംഗം അത്ര പ്രശ്നമുള്ള ഒരു സമയമല്ല. പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് അകന്നു നിൽക്കാനുള്ളൊരു യോഗം കർക്കിടക മാസത്തിലുണ്ട്. മക്കളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളിയൊക്കെ ആയിട്ടൊരു ഐക്യം, സമാധാനം ഒക്കെ ഉണ്ടാകും. മാതാപിതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്ര അനുകൂലമായിരിക്കില്ല. സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാം. വിദ്യാർത്ഥികൾ, ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അവർക്ക് അനുകൂലമായ ഒരു മാസമല്ല. സുഹൃത്തുക്കളെയും സഹായങ്ങളൊക്കെ ലഭിക്കാമെങ്കിലും ഒരു അമിത ആത്മവിശ്വാസം അവരിൽ പ്രകടിപ്പിക്കാതിരിക്കുക. അടുത്തത് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസ ഫലങ്ങൾ. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം. ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. ഒരു ഭാഗ്യ അനുഭവങ്ങൾ, എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യം പിന്തുണയ്ക്കും. കർക്കിടക മാസത്തിൽ തീർത്ഥയാത്രകൾ ഉണ്ടാകും. സഹോദര സ്ഥാനീയൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കും ഗുണമുള്ള സമയമാണ്. കുടുംബത്തിൽ മൊത്തം ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു മാസമാണ്. മക്കളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് സൂക്ഷിക്കുക. മക്കൾക്ക് വേണ്ടി ധനനഷ്ടം വരുത്താവുന്ന സമയം കൂടിയാണ്. അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ധനനഷ്ടങ്ങൾ വരാം. വിവാഹകാര്യത്തിൽ ചില തടസ്സങ്ങളും കർക്കിടക മാസത്തിൽ ഉണ്ടാകാം മിഥുനക്കൂറുകാർക്ക്. ഇനി അടുത്തത് കർക്കിടകക്കൂറുകാരുടെ കർക്കിടക മാസഫലങ്ങൾ. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത്
സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അവരിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ പ്രശ്നങ്ങൾ പല മേഖലകളിൽ നിന്നും സുഹൃത്തുക്കളിൽ വഴി ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിൽ ചെറിയൊരു മേന്മയൊക്കെ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും നേട്ടങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു മാസമാണ്. ധനപരമായ കാര്യങ്ങളിലും ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മക്കളിൽ നിന്ന് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. വിവാഹാദി കാര്യങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ വരാവുന്ന സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. ഇനി അടുത്ത ചിങ്ങക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് 2024 ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ഈ കർക്കിടക മാസത്തിൽ മാനസിക സ്വസ്ഥത കുറയുന്ന ഒരു സമയമാണ്. എന്തോ ഒരു ഭയം എപ്പോഴും മനസ്സിനെ ഇങ്ങനെ, അതായത് അകാരണമായ ഒരു ഭയം എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാം. തൊഴിൽ രംഗത്തും പൊതുവെ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും അകാരണമായൊരു ഭയം മാനസിക സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കും. കേസുകളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. അപകീർത്തി, അപമാനം ഒക്കെ സ്വന്തം തലയിലേക്ക് വരാവുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയായിട്ട് കുടുംബത്തിലെ ഒരു സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും. മക്കളിൽ നിന്നും അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും. മാതാപിതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഇവർക്കും ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ബന്ധുജനങ്ങളും ഒക്കെ ആയിട്ട് വരാവുന്ന ഒരു സമയമാണ്. ഇനി അടുത്തത് കന്യക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസ ഫലങ്ങൾ. മറ്റുള്ളവരുടെ ഇടയിൽ അമിത സ്വാതന്ത്ര്യം എടുക്കരുത്. അത് ഈ സമയത്ത് വളരെ ദോഷം ചെയ്യും. കേസുകൾ, നിയമപരമായ ഇടപെടലുകൾ ഒക്കെ വരാവുന്ന സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. വിദേശവാസ യോഗം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും. കുടുംബത്തിലാണെങ്കിൽ സമാധാനപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്താണെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലൊക്കെ ഒരു സമാധാനം ഉണ്ടാകാവുന്ന ഒരു മാസമാണ്. മക്കളിൽ നിന്നൊക്കെ സന്തോഷ അനുഭവങ്ങൾ, അവസരങ്ങളൊക്കെ ഉണ്ടാകും. മാതാപിതാക്കളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പുതിയ തൊഴിലവസരങ്ങൾ കന്യക്കൂറുകാർക്ക് ലഭിക്കാവുന്ന സമയമാണ്. അടുത്തത് തുലാക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ്. തൊഴിൽ രംഗത്തൊക്കെ ചില പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ പങ്കാളിത്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പല കാര്യങ്ങളും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ദൈവാധീനവും കുറയുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക. അതായത് ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ വളരെയധികം കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. തുലാക്കൂറുകാർക്ക് വ്യാഴം അത്ര അനുകൂലമായ രാശിയിലല്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ആരോഗ്യകാര്യത്തിലും ചെറിയ ചെറിയ നേത്രരോഗങ്ങൾ, ഉദരരോഗങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. കടം ഒക്കെ ഉള്ളവർക്ക് അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. സ്ത്രീകൾ ഒക്കെ മൂലം അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലവും ഒക്കെ അപവാദങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ സ്വാതന്ത്ര്യം എടുക്കാതിരിക്കുക. അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇടപഴകാതിരിക്കുക.
അങ്ങനെയുള്ള അപവാദമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള കാലത്തുനിന്ന് മാറിക്കുക. തൊഴിൽ രംഗത്താണെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാം, അതും ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയമാണ്, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരൊക്കെ. കുടുംബത്തിലെ കലഹം, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. മാതാപിതാക്കളൊക്കെ ആയിട്ട് അതും ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെയും ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണെന്ന് പറയുമ്പോൾ അവരും ഈ സുഹൃത്തുക്കളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അമിതമായ ആത്മവിശ്വാസം മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കാതിരിക്കുക. അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ കർക്കടക മാസ ഫലങ്ങൾ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് ഊർജ്ജസ്വലത, മനസ്സിനൊരു ഊർജ്ജസ്വലത ഉണ്ടാവും. പിന്നെ ഒരു കാര്യനിർവഹണ ശേഷി ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്താണെങ്കിൽ ഹിതകരമല്ലാത്ത ചില കാര്യങ്ങളും ഉണ്ടാകും. ധനപരമായിട്ട് ഒന്ന് പുറകോട്ട് പോകാവുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് മാറി നിൽക്കാം. അതൊക്കെ ശ്രദ്ധിക്കുക. വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാറി നിൽക്കുക. മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും. മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം പലവിധ പ്രയാസങ്ങൾ നേരിടാൻ ഉള്ള ഒരു മാസമാണ്. വീട്, വാഹനം എന്നിവയിലൂടെ ധനനഷ്ടങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ശത്രുക്കൾ മൂലം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഈ വൃശ്ചികക്കൂറുകാർക്ക് കർക്കിടക മാസത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇനി അടുത്തത് ധനുക്കൂറുകാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ നടന്നു കിട്ടും. പുതിയ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കാവുന്ന ഒരു മാസമാണ്. തൊഴിൽ രംഗത്താണെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന അവസരങ്ങൾ, തൊഴിൽ രംഗത്തൊരു ഉണർവ് ഒക്കെ ഉണ്ടാകാവുന്ന ഒരു മാസമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് പലവിധ സഹായങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും. കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനവും സന്തോഷമൊക്കെ ധനുക്കൂറുകാർക്ക് ഉണ്ടാകും. എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സം വരും. അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും ആദ്യം ഒരു തടസ്സം വന്നിട്ടേ കാര്യങ്ങൾ നടക്കൂ. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ അവഗണിക്കാതിരിക്കുക. വാഹന സംബന്ധമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വെറുതെ നിൽക്കണ അടുത്തേക്ക് മറ്റുള്ള വണ്ടി കയറി വന്നിട്ട് അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ ആ വിധ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല. അവർക്ക് അലസത, മടി ഒക്കെ വർദ്ധിക്കാവുന്ന സമയമാണ്. ഇനി അടുത്ത മകരക്കൂറുകാരുടെ കർക്കടക മാസ ഫലങ്ങൾ. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചിലവുകളും വർദ്ധിക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളെ സൂക്ഷിക്കുക, അവരത്ര അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് ശ്രദ്ധിക്കുക. എങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സന്താനങ്ങൾ മൂലം ചെറിയ മനപ്രയാസങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. മാതാപിതാക്കളും അനുകൂലമായിരിക്കില്ല. ബന്ധുജനങ്ങളിൽ നിന്ന് മനോവിഷമകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്താണെങ്കിൽ കുറച്ച് അലസത, മടിയൊക്കെ കാണിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഇവരും വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത കുംഭക്കൂറാണ് കർക്കടക മാസ ഫലങ്ങൾ. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കടക മാസത്തെ ഫലങ്ങൾ. തൊഴിൽ രംഗത്താണെങ്കിൽ സ്വസ്ഥത വളരെ കുറയുന്ന സമയം.
ശത്രുക്കൾ മൂലം ധനപരമായിട്ട് തൊഴിൽപരമായിട്ടും ഒക്കെ മനോവിഷമം അനുഭവിക്കുന്ന സമയം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ധനപരമായിട്ട് നഷ്ടങ്ങൾ വരാവുന്ന സമയമാണ്. പെട്ടെന്നുള്ള അപ്രതീക്ഷിത ധനനഷ്ടങ്ങളൊക്കെ വരാവുന്ന സമയമാണ്, അതും ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ഭൂമിയൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ നഷ്ടങ്ങൾ വരാവുന്ന സമയമാണ്, അതും ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ ശത്രുക്കളാകുന്ന ഒരു സമയമാണ്. അതുമൂലം പലവിധത്തിലുള്ള മനോവിഷമങ്ങൾ അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ ഉണ്ടാകും. അത് പഠന കാര്യത്തിൽ ശ്രദ്ധ കുറയ്ക്കും, താല്പര്യം കുറയ്ക്കും ഒക്കെ ചെയ്യുന്നൊരു മാസമാണ്. അതുകൊണ്ട് മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. മക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിലും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് കുംഭക്കൂറുകാർക്ക് ഗുണം ചെയ്യും. അടുത്തത് മീനക്കൂറാണ്. കർക്കിടക മാസ ഫലങ്ങൾ. പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. അവർക്ക് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് അനാവശ്യമായ ചിന്തകളിങ്ങനെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. എങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ പ്രശംസ, അംഗീകാരം ഒക്കെ ലഭിക്കാവുന്ന സമയം. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ നടക്കില്ല. കടമൊക്കെ ഉള്ളവർക്ക് ചെറിയ ചെറിയ രീതിയിൽ വീട്ടാൻ സാധിക്കുന്നൊരു സമയം. തൊഴിൽ രംഗത്താണെങ്കിൽ ചില മനപ്രയാസങ്ങൾ, മനോവിഷമങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം. ആരോഗ്യകാര്യങ്ങൾ ഒട്ടും തന്നെ അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ ഒക്കെ ഉണ്ടാകും, ശ്രദ്ധിക്കുക. മക്കൾ മൂലവും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പിന്നെ വാഹന സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും, വാഹനമൊക്കെ മേടിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. ഭൂമി വാങ്ങാനും കൊടുക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. മാതാപിതാക്കളും അനുകൂലമായിരിക്കും. ഇതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കർക്കിടക മാസ ഫലങ്ങൾ. കഴിഞ്ഞ 2-3 പോസ്റ്റിൽ ഞാനൊരു കമൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുസ്തകം നോക്കിയല്ലേ വായിക്കുന്നത്, ആർക്കും പറ്റും. ഇത് എഴുതി തയ്യാറാക്കി പേപ്പറിൽ എഴുതി പേപ്പർ നോക്കി തന്നെയാണ് വായിക്കുന്നത്. അത് ആദ്യം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ പോസ്റ്റൊക്കെ കാണുന്നവരായിരിക്കും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കി തന്നെയാണ് വായിക്കുന്നത്. ജ്യോതിഷം നോക്കി തന്നെ പറയാനാണ് വിധിച്ചിരിക്കുന്നത്, നോക്കാതെ പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക. ഇതിലെ ദോഷ സമയമൊക്കെ പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ആ കൂറുകാർ ആ സമയമൊക്കെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നാമജപം, ഏത് മതസ്ഥരായാലും ആ മതസ്ഥരുടെ ആചാരപ്രകാരം നാമജപം ചെയ്യുക. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ്. മറ്റെല്ലാ കാര്യങ്ങളും രണ്ടാമതേ ഉള്ളൂ. അപ്പോൾ സ്വയം ചെയ്യുന്ന നാമജപത്തിനേക്കാളും ഒരു ശക്തിയും വേറെ ഒന്നിനുമില്ല. അപ്പം നാമം ജപിക്കുക. അത് ദോഷമാണെന്ന് പറയുമ്പോൾ എന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അങ്ങനെ ദോഷങ്ങളെയൊക്കെ കുറച്ചു കൊണ്ടുവരിക. ഇത് വ്യക്തിപരമായ ആരുടെയും കാര്യമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്. അതും അറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.